ഞാൻ ഇന്നലെ വെള്ളാർമല വില്ലേജ് ഓഫീസറുമായി ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ വില്ലേജ് ഓഫീസറുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ കണക്കെടുപ്പിനെ കുറിച്ച്. അദ്ദേഹം പറയുന്നത് ഇവിടെ സ്ഥിരതാമസക്കാർ റേഷൻ കാർഡ് ഉള്ളവർ അവരുടെ കണക്കൊക്കെ ലഭ്യമായി കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറത്ത് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് വലിയ തോട്ടം മേഖലയാണ്. ഹാരിസൺ മലയാളം കമ്പനിയുടെ തോട്ടങ്ങളാണ് ഈ പ്രദേശം മുഴുവൻ. അവരുടെ ഒരു എന്താ പറയുക, അവരുടെ പൂർണ്ണമായും ആ ഒരു തോട്ടം ഈ പ്ലാന്റേഷൻ കമ്പനിയുടെ കയ്യിലുള്ള ഒരു പ്രദേശമാണ്. അവരുടെ ലയങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ മലയാളികളായ തൊഴിലാളികൾ കുറവാണ്. കൂടുതലും ആസാം, ബംഗാളിൽ നിന്നൊക്കെയുള്ള തൊഴിലാളികളാണ്. അവരുടെ ഒരു കണക്ക് അധികൃതരുടെ കയ്യിലില്ല. യഥാർത്ഥത്തിൽ ഇത്തരം തൊഴിലാളികളുടെ കണക്ക് പോലീസിലേക്ക് അറിയിക്കണമെന്നുണ്ട്. പക്ഷേ അതൊന്നും കൃത്യമായി നടക്കാറില്ല എന്ന് പറയുന്നു. മാത്രമല്ല, ഈ തൊഴിലാളികളുടെ ബന്ധുക്കൾ, കുടുംബം, മക്കൾ, എത്ര മക്കളുണ്ട്, അത്തരം കണക്കുകളൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ലയങ്ങളിൽ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ അധികൃതർക്കില്ല. അതാണ് ഈ കണക്കെടുപ്പിലൊരു പ്രതിസന്ധിയായി ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. അതോടൊപ്പം ചില റിസോർട്ടുകളൊക്കെയുണ്ട്. അവിടുത്തെ അതിഥികളെക്കുറിച്ചൊക്കെ അതിഥികളെ ചിലർ രക്ഷപ്പെടുത്തുകയും ചിലർ മിസ്സിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ അതൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ റിസോർട്ടുകളുടെ ജോലിക്കാരെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ല എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ഉള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഈ കണക്കുകൾ പൂർത്തിയാകാത്തത്. മറ്റ് റേഷൻ കാർഡും ആധാർ വിവരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കണക്കുകൾ ഏതാണ്ട് അധികൃതർക്ക് ലഭ്യമായിട്ടുണ്ട്. അതൊക്കെ വെച്ചാണ് ഈ കാണാതായ ആളുകൾ ഇത്ര പേർ എന്നൊക്കെ പറയുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ ഇത് സംബന്ധിച്ചൊരു വ്യക്തത ഈ കണക്കുകളിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്തും ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ക്യാമ്പുകളിലുള്ള ആളുകളുടെ കണക്കും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കൃത്യമായ ഒരു ഡാറ്റ കൃത്യമായി അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. പൂജ.